പിന്നീട് അറേബ്യയിലെ ഖലീഫയായി മാറിയ ഉമർ ഇബിൻ അൽ ഖത്തബ് ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബിയെ കണ്ടു. തനിക്ക് ഖൈബർ പ്രദേശത്ത് ലഭിച്ച ഭൂമി എന്തു ചെയ്യണം എന്ന കാര്യത്തിൽ ഉപദേശം തേടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറ്റാർക്കും കൈമാറാനോ വിൽപ്പന നടത്താനോ പറ്റാത്ത വിധം ആ വസ്തു ധർമ്മത്തിനായി ഉപയോഗിക്കാൻ നബി തിരുമേനി അദ്ദേഹത്തെ ഉപദേശിച്ചു. വസ്തുവകകൾ പരമകാരുണ്യവാനായ അള്ളാഹുവിൽ സമർപ്പിച്ച് അതിൽ നിന്നുള്ള ആദായം ദരിദ്രരും ആലംബഹീനരുമായ വ്യക്തികൾക്ക് ഉപയോഗിക്കുന്നതിനായി വിട്ടു നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ സാരം. അള്ളാഹുവിൽ സമർപ്പിക്കുന്നതോടുകൂടി വസ്തുവകകളിലുള്ള അവകാശം നിലവിലുള്ള ഉടമസ്ഥൻ അഥവാ വാക്കിഫിന് ഇല്ലാതാകും. ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ ഭൂമി നോക്കി നടത്തുന്നതിന് ഒരു വ്യക്തിയെ നിയോഗിക്കാം. ആ വ്യക്തിയെ മുതവല്ലി എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിൽ മതപരമോ ആത്മീയപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിങ്കൽ സമർപ്പിക്കപ്പെടുന്ന ഭൂമിയാണ് വഖഫ് ഭൂമി എന്ന് അറിയപ്പെടുന്നത്. 1995 വഖഫ് നിയമം ഭേദഗതി വരുത്തുവാനായി ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല് പാർലമെൻറ്റ് ചർച്ച ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ വഖഫിനെ കുറിച്ചും വഖഫ് നിയമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി വഖഫ് ദാനം നൽകിയത് ഖലീഫയായിരുന്ന ഉമർ ഇബിൻ അൽ ഖത്തബ് ആയിരുന്നുവെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. അതിനുശേഷം ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഭൂമി പൊതു ആവശ്യങ്ങൾക്കായി വിട്ടു നൽകുക എന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി മാറി എന്ന് പറയാം. ഇന്ത്യയിൽ ഇസ്ലാം മതം വ്യാപിച്ചതിനു ശേഷം ഇവിടെയും ഇത്തരത്തിൽ വഖഫ് ദാനങ്ങൾ ധാരാളമായി നടന്നു. ഇന്ന് ഇന്ത്യയിൽ 8.7 ലക്ഷത്തിലധികം വസ്തുവകകൾ വഖഫ് ബോർഡുകൾക്കുണ്ട്. 1.2 ലക്ഷം കോടി രൂപയുടെ വസ്തുവകകളാണ് ഇങ്ങനെയുള്ളത്. ഇന്ത്യയിലെ ആംഡ് ഫോഴ്സസും ഇന്ത്യയിലെ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വസ്തുവകകൾ ഉള്ളത് വഖഫ് ബോർഡുകൾക്കാണ് എന്ന് കരുതുന്നു. വഖഫ് വസ്തുവകകളെ നിയന്ത്രിക്കുവാനുള്ള നിയമനിർമ്മാണത്തിന് ബ്രിട്ടീഷ് കാലഘട്ടത്തോളം പഴക്കമുണ്ട്. 1913-ലും 1930-ലും മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്റ്റുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ കൊണ്ടുവന്നു. 1923-ലെ വഖഫ് ആക്റ്റും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 1954-ൽ ദ വഖഫ് ആക്ട് നിലവിൽ വന്നു. ഈ ആക്ട് പ്രകാരം വഖഫ് പ്രോപ്പർട്ടികളെ മാനേജ് ചെയ്യുവാനായി സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾ രൂപീകരിച്ചു. 1954-ലെ നിയമത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് 1995-ലെ വഖഫ് നിയമം നിലവിൽ വരുന്നത്. ഈ നിയമം സ്റ്റേറ്റ് വഖഫ് ബോർഡുകളെ സ്ട്രെങ്തൻ ചെയ്യുകയും സെൻട്രൽ വഖഫ് കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. 1995-ലെ നിയമത്തിൽ ഭേദഗതികൾ വരുത്തുവാനാണ് വഖഫ് അമെൻമെൻറ്റ് ബിൽ ഓഫ് 2024 ഓഗസ്റ്റ് 8-ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത് പിന്നീട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ കൺസിഡറേഷന് വിടുകയാണുണ്ടായത്. ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചർച്ചകൾക്കും പരിഗണനകൾക്കുമെല്ലാം ശേഷം വീണ്ടും ഗവൺമെൻറ് ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ഇത് ലോക്സഭ പാസാക്കി. ഈ ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമുക്ക് പരിശോധിക്കാം. സെൻട്രൽ വഖഫ് കൗൺസിലിലേക്കും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലേക്കും നോൺ മുസ്ലിം മെമ്പേഴ്സ് വരുന്നു എന്നുള്ളതാണ് ഈ ബില്ലിലൂടെ കൊണ്ടുവരാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട ഭേദഗതി. സെൻട്രൽ വഖഫ് കൗൺസിലിൽ 21-ൽ കുറയാതെയും സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിൽ 11-ൽ കുറയാതെയും അംഗങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം. സുപ്രധാനമായ മാറ്റം, ഒരു വസ്തു വഖഫ് വസ്തു ആണോ എന്ന് തീരുമാനിക്കുവാൻ സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾക്ക് അനുമതി നൽകിയിരുന്ന സെക്ഷൻ 40 ഇനിയില്ല എന്നുള്ളതാണ്. സർക്കാർ ഭൂമി വഖഫ് ഭൂമിയായി ഇനിമേലിൽ കണക്കാക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ അമെൻമെൻറ്റ്.
ഇക്കാര്യത്തിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ജില്ലാ കളക്ടറുടെ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് തീരുമാനം എടുക്കാൻ സാധിക്കും. നിയമ തർക്കത്തിലുള്ള സ്വത്തുവകകൾ ഇനി മേലാൽ വഖഫ് ഭൂമിയായി കൺവേർട്ട് ചെയ്യുവാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു സുപ്രധാനമായ മാറ്റമാണ്. 2024 വഖഫ് അമെൻമെന്റ് ബില്ലിനെ കുറിച്ച് ഏകദേശ ധാരണ ഏവർക്കും ഉണ്ടായതായി വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.